ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഈ കൊടും ചൂട് സമയത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു തണ്ണിമത്തൻ ജ്യൂസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇനി നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇവിടെ തണ്ണിമത്തൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള തണ്ണിമത്തനായിരുന്നു കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇളക്കി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ കത്തി കൊണ്ട് ഇളക്കണേക്കാളും നമുക്ക് ഇതുപോലെ ഒരു സ്പൂണ് കൊണ്ട് നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി തണ്ണിമത്തൻ ജ്യൂസാണ് കേട്ടോ. ഇത് ആരെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലൊരു വെറൈറ്റി ജ്യൂസാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനവിടെ തണ്ണിമത്തങ്ങ എല്ലാം ഇളക്കി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളിത് വലിയ കഷ്ണങ്ങളായെന്ന് പറഞ്ഞ് കുഴപ്പമില്ല കേട്ടോ. ഞാനിത് നമുക്ക് കറണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. കുറേ പേര് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു ലൈക്ക് എല്ലാവരും തരണേ. അപ്പോൾ ഞാൻ അടുത്ത തണ്ണിമത്തങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞിടാനും പറ്റും. അപ്പോൾ ഞാൻ അതവിടെ ഒരു മുഴുവൻ തണ്ണിമത്തങ്ങ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അധികം നല്ലതുപോലെ ഉടയേണ്ട, ഈ നല്ലതുപോലെ എന്ന് വെച്ചാൽ വെള്ളം പോലെ ആവണ്ട കേട്ടോ. നമുക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടാൻ കണക്കിന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനവിടെ തണ്ണിമത്തങ്ങ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അത് ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനവിടെ കുറച്ച് പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ, കപ്പലണ്ടി പൊടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് കപ്പലണ്ടി പൊടിക്കുന്നതിന് പകരം മുഴുവനോടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പൊടിച്ചാണ് ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കപ്പലണ്ടി പൊടിച്ച് ചേർക്കുന്നത്. കപ്പലണ്ടി പൊടിക്കാതെയും ചേർത്ത് കൊടുക്കാം, അതും നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് നല്ല കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ കപ്പലണ്ടി ചേർത്ത് കൊടുത്തതിന് ശേഷം 2 കവർ ഹോർലിക്സിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തണ്ണിമത്തൻ ജ്യൂസ്. അപ്പം നിങ്ങൾക്കിതിലേക്ക് കസ്കസ് കുതിർത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് ചേർത്തില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് പാൽ എത്രയാണോ അളവ് വേണ്ടത് ആ അളവിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 കവർ പാലാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാല് തണുപ്പുണ്ടായിരുന്നു എങ്കിൽ കൂടെ നമുക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുത്തു. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ തണ്ണിമത്തൻ കൊണ്ടുള്ള ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണേ.